അതുകൊണ്ട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ലാത്തത് വിനീതാണ്. എനിക്ക് അത്രയും കൺഫ്യൂഷനൊക്കെ അങ്ങനെ അധികം വന്നിട്ടുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന പിന്നെയും എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ ആയിരിക്കും പിന്നെ, അല്ലാതെ അങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ധ്യാനിനെ കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോഴൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ടോപ്പിക്കാണ്. ഇതിന് മുന്നേ ഞാൻ ഇന്റർവ്യൂവിൽ വരുന്നതിന് മുന്നേ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, ലവ് ആക്ഷൻ ഡ്രാമയുടെ ഒരു ഇന്റർവ്യൂ ധ്യാനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തിയതല്ല JB ജംഗ്ഷനിൽ. അതിൽ ഞാനാ സംസാരിക്കുന്നത്, ധ്യാൻ മിണ്ടുന്നില്ല. വല്ലപ്പോഴും ഒരു പഞ്ച് ലൈൻ അടിച്ചിട്ട് പോകും. ഇയാൾ പക്ഷെ ജീവിതത്തിൽ മിണ്ടും. ആ തമാശകൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അന്നോട്ടേ പരിചയപ്പെട്ട കാലം തൊട്ട്. പക്ഷെ പിന്നെ ഒരു ദിവസം ഇയാൾക്ക് എന്തോ ബോധോദയം വന്ന് ഇയാൾ പിന്നെ ഇത് പുറത്തും പറയാൻ തുടങ്ങിയല്ലോ. സോ ഞാൻ വിനീതിനെ കാണുന്നത് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെൻറ്റർ. അത് കഴിഞ്ഞിട്ട് അഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടെ ആ സ്പേസിൽ ഡെഫിനറ്റ്ലി എൻ്റെ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഈഗോ മാറ്റി തന്ന പിള്ളേർ അവിടുന്ന് എന്നെ ഒന്ന് റിഫൈൻ ചെയ്ത് ചെയ്യിപ്പിച്ച് വിശ്വാസം നേടിയെടുത്ത്. അന്ന് ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ പുള്ളി. ഈ അടുത്ത അഹമ്മദ് പറഞ്ഞു, KCF 2 ഞാൻ ഒരു ഗസ്റ്റ് റോൾ ചെയ്തു. ഈ അടുത്ത് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിനെങ്കിലും ഞാൻ പറഞ്ഞു, ഈ കാര്യം ഞാൻ പറഞ്ഞു, ഈ പിള്ളേർ കാരണമാണ് നിനക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാര്യം നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാനില്ല, അതിന് കാരണക്കാർ ഇവരായി. ഇപ്പോൾ സ്ഥാനാർത്ഥി ഇറങ്ങിയപ്പം അഹമ്മദിന് ഭയങ്കര സന്തോഷമായി. അതിന് വന്ന റിവ്യൂസും നമ്മുടെ എല്ലാ റിവ്യൂവേഴ്സും ഇൻക്ലൂഡിങ് ഇപ്പോൾ കോക്കാണെങ്കിലും ഉണ്ണിയാണെങ്കിലും പേരുകളായിട്ട് എനിക്കങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല, പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്. അവർ മോശം പറഞ്ഞപ്പോഴും ഞാൻ അതേപോലെ എനിക്ക് പ്ലസ് എന്ന് തോന്നിയതൊക്കെ ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോഴും കുടുംബത്തിലെ അജു എന്താണെന്ന് എനിക്കറിയില്ല. മൊത്തം 4 മക്കളാണ് ഉള്ളത്. അവരുടെ ഡീറ്റെയിൽസും അജുവിൻ്റെ ഒരു പെരുമാറ്റവും ഇല്ലെങ്കിൽ അജുവിനോടുള്ള അവരുടെ തിരിച്ചുള്ളൊരു റിയാക്ഷനും ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറയും. അവിടെ ഞാൻ പണ്ട് വളരെ സീരിയസ് ആയിരുന്നു, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അത്ര സീരിയസ് ആവാതിരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളുടെ പ്രായവും കൂടെ പറയും. ഇപ്പം അവർ 10 and 8 ആയി. മൂത്തവർ 10ഉം രണ്ടാമത്തെ 8ഉം. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വസന്തമാണെന്നുള്ളൊരു ആക്സെപ്റ്റൻസ് വന്നുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇന്ന് ജീവിക്കേണ്ട കാര്യങ്ങൾ ഇവർക്കറിയാം എന്നെക്കാളും എന്നുള്ളൊരു ബോധ്യം എനിക്ക് പോകാൻ തുടങ്ങി. അപ്പം നമ്മൾ അതിൽ കൂടുതൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, സ്പേസ് കൊടുക്കുക, പിന്നെ കളിയാക്കുക അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട്. അവരെ വളരെ ഈസി ആയിട്ട് വളർത്തില്ല ഞാൻ പറയുന്നത്. അവരെ കളിയാക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തില്ല, അതും ഞാൻ ചെയ്തിട്ടില്ല. അതിന് അവർക്ക് തിരിച്ച് ഫ്രണ്ട്ലിയാണ് കുറച്ചുകൂടി. അജുവിനെ തിരിച്ച് ട്രോളാൻ പറ്റും. പിന്നെന്താ, അത് ഇപ്പോഴേ ഞാൻ ഒരുത്തിനെ ധ്യാൻ്റെ സ്വഭാവങ്ങൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരാൾക്ക് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഭാവിയിൽ അവൻ എങ്ങനെയെങ്കിലും ഞാൻ അവനെ ഇൻ്റർവ്യൂവിൽ കൊണ്ടിരുത്താതിരിക്കും നോക്കും, സിനിമയെ കയറ്റാതിരുത്താനും നോക്കും. മാക്സിമം ഇവന്മാരെ ഒന്നും ഞാൻ കയറ്റാതിരിക്കാൻ നോക്കും. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല, ഇവനൊക്കെ കൂട്ടുകാരെ വെച്ച് മൊബൈലിൽ സിനിമ എടുത്താലും അവൻ സിനിമയാണെന്ന് വേറെ കാര്യം. പക്ഷേ ഇവൻ ഇൻ്റർവ്യൂവിൽ വന്നാൽ ഇവൻ എന്നെ കീറി ഒട്ടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവനിലത് ഞാൻ കാണുന്നുണ്ട്. അത് പിന്നെ ഞാൻ വേറെ വഴിയില്ല, അത് എൻ്റെ യോഗം അല്ലേ. വൈഫ് എങ്ങനെയാ ട്രോളോ അതെ എങ്ങനെയാണ് അഭിപ്രായം പറയുക? സിനിമ കണ്ട അവർക്ക് അന്നും ഫ്രീഡം ഉണ്ട്, തുറന്നു പറയുക. മോശം എനിക്കതാ എളുപ്പം, വെരി കംഫർട്ടബിൾ. കൊള്ളില്ല എന്ന് രഞ്ജിത് ശങ്കർ സാർ ഇസ് എ മേജർ റീസൺ. അതിപ്പോൾ പറയണം, പുണ്യാൾ നഗർബദീസിന് ഫസ്റ്റ് ഡേ ഷൂട്ടിൽ ജയേട്ടനെ ആദ്യമായിട്ട് രഞ്ജിത്തേട്ടൻ മൈക്കെടുത്ത്, അത് വളരെ തല്ലിപ്പിള്ളയായിരുന്നു. ജയേട്ടൻ്റെ കരിയറിൽ അങ്ങനെ മൈക്കിലോ അല്ലെങ്കിൽ ഒച്ചയിലോ അങ്ങനെ ആരോ ആദ്യമായിട്ടാ പറഞ്ഞ്. അപ്പം ഞാൻ മനസ്സിൽ, അപ്പം അടുത്ത എനിക്ക് കിട്ടി ഇതേപോലെ സിമിലർ എന്തോ. അപ്പം എനിക്ക് ജയേട്ടന് കിട്ടിയല്ലോ, കുഴപ്പമില്ല, കിടിലനായിട്ടുള്ളൊരു ആക്ടർക്ക് കിട്ടി. അപ്പം ഐ ആം ഫൈൻ. നല്ലത് ചെയ്തപ്പോൾ അതേപോലെ നല്ലത് പറഞ്ഞു. 3 ദിവസത്തെ പാടേ ഉണ്ടായിരുന്നു, 3 or 2. പിന്നെ പെട്ടെന്ന് ഇപ്പം അതുകൊണ്ട് തന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് മോണിറ്ററിങ് ഇപ്പം നമ്മളെന്തെങ്കിലും അബദ്ധം ചെയ്താൽ അവരിങ്ങനെ ദൂരേക്കാണെങ്കിൽ നടന്നു വരും. ഞാൻ പറയും, വേണ്ട, മൈക്കിലാണെങ്കിലും വിളിച്ച് പറഞ്ഞാൽ കൊള്ളൂല്ലേ, തല്ലിപ്പൊളിയാണോ, മൈക്ക് വിളിച്ച് പറഞ്ഞോ. അതാണ് ഒരു ഹരം. ഇപ്പം അതുകൊണ്ട് ഇപ്പം നല്ലത് കേൾക്കുന്നതിനേക്കാളും മോശം പറഞ്ഞാൽ എന്നാൽ നന്നാക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ പണ്ട് എനിക്കൊരു വിനീതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൺസ്ട്രക്റ്റീവ് സാഡിസം എന്ന് പറയും. അതായത് ഇപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അരിയർ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പം സപ്ലി മദ്രാസിൽ അരിയർ എന്ന് പറയുന്നപ്പോൾ
ചിലരുടെ മുഖത്ത് നമുക്ക് നമ്മുടെ നിരാശകൾ പറയുമ്പോൾ ഒരു സന്തോഷം വരും. ചിലരുടെ എനിക്ക് ആ സന്തോഷം ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ സന്തോഷിപ്പിക്കും. അതായത് നമ്മൾക്കിപ്പം എനിക്ക് 9 സപ്ലി ഉള്ളത്, ഞാൻ 20 എന്നൊക്കെ പറഞ്ഞു കളയും, 15-20 എന്നൊക്കെ. കുറച്ചുകൂടി സന്തോഷം വന്നാട്ടെ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാഡിസ്റ്റ് ഉണ്ട്. ഒരു ഇത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമല്ല അന്നുള്ളൂ. സിനിമ വന്നപ്പോഴാണല്ലോ സൊസൈറ്റിയോട് എനിക്കൊരു കടപ്പാടുള്ളത്. അവർ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ആ കടപ്പാട്. ഇല്ലെങ്കിൽ എനിക്ക് കടപ്പാടില്ല. ഒരു വ്യക്തിക്കും മറ്റുള്ളൊരു വ്യക്തിയോട് അങ്ങനെ ബന്ധുക്കളോടോ കുടുംബക്കാരോടോ അല്ലാതെ അടുത്ത സുഹൃത്തുക്കളോ കടപ്പാടിന്റെ ആവശ്യമില്ലല്ലോ, കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അന്ന് എനിക്ക് ഒട്ടുമില്ലല്ലോ. എനിക്ക് ഇവൻ എന്ത് വിചാരിച്ചാലും എന്ത് വിചാരിച്ചില്ലെങ്കിൽ എന്തെന്നുള്ള. അജുവിൻ്റെ മനസ്സിൽ ചില ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യാൻ എളുപ്പം പ്രൊഡ്യൂസ് ചെയ്ത് കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ആക്ടേഴ്സൊക്കെ ആ തരത്തിൽ പ്രൊഡക്ഷൻ കമ്പനികളായിട്ട് മാറുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടെ ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിനോട് വേണ്ടിയിട്ടാണ്. പക്ഷേ പഴയ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു സാധനവും ഇപ്പോൾ മാറി വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ ക്രിയേറ്റീവായി ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അജുവിന് കൂടുതൽ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് ഈ പറഞ്ഞ പോലെ സമയത്തിന് തുകയ്ക്കൊക്കെ തീർക്കാത്ത ധ്യാനെ പോലുള്ള ആൾക്കാരാണ്. ലവ് ആക്ഷൻ നമുക്ക് വളരെ ഗുണം ചെയ്ത സിനിമയാണ്. സാജൻ ബേക്കറി അന്ന് കൊമേഴ്ഷ്യലി നമുക്ക് ഗുണം ചെയ്തില്ല. സാജൻ ബേക്കറി അന്ന് കൊമേഴ്ഷ്യലി ഗുണം ചെയ്തിരുന്നെങ്കിൽ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഞാനായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കൊമേഴ്ഷ്യലി എനിക്ക് മുടക്കുമുതൽ കിട്ടി. അത് മുടക്കുമുതൽ കിട്ടിയത് എൻ്റെ പാർട്ട്ണർ വിശാഖ് സുബ്രഹ്മണ്യത്തിൻ്റെ മെറിറ്റ് ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ മെറിറ്റ് ഉണ്ടെന്ന് കിട്ടിയില്ല. പ്രൊഡക്റ്റിൻ്റെ മെറിറ്റ് കൊണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കമ്മിറ്റ് ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞത് ഫെബ്രുവരി 12 പടം ഇറങ്ങി റിസൾട്ട് നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ തീരുമാനിക്കാം. ഇല്ലാതെ ഞാൻ ചെയ്തില്ല. എനിക്ക് അത് ഇഷ്ടമാണ് സിനിമ. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ ശ്രദ്ധിക്കേണ്ട പ്രൈമറി ഉത്തരവാദിത്തം പ്രേക്ഷകർ ഫസ്റ്റ് എനിക്ക് നിന്നെ ഇങ്ങോട്ട് കടത്തി വിട്ടത് ഈ ജോലി എടുക്കാനാണ്, നീ അതാദ്യം ചെയ്യും എന്നിട്ടാണല്ലോ നീ വേറെ ജോലി ചെയ്യണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് ശ്രമിക്കും, നമുക്ക് കയ്യിലുള്ളത് കളയല്ലേ. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷൻ ഇപ്പം ഏതായാലും നമുക്ക് ധ്യാനും ബിസിയാണ്, വിശാഖ് മാത്രമല്ല. അപ്പം അവൻ എന്താണേലും അവൻ്റെ ഫാമിലി കമ്പനി ഉണ്ട്, മെറിലാൻഡ് ഉണ്ട്. അപ്പം വിശാഖ് കാര്യം അവനെ അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ താല്പര്യമില്ല. അപ്പോൾ വിശാഖിൻ്റെ സിനിമകൾ ചെയ്യുന്നു, ധ്യാൻ ഞാനും പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇതിൽ കമ്മിറ്റഡാണ്. പക്ഷേ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഫണ്ടാസ്റ്റിക് എന്നാണ് പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫോക്കസ് അന്ന് നമ്മളൊക്കെ കണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫണ്ടില്ലാത്ത പടങ്ങളിലേക്ക് പതിയെ മാറിപ്പോയി. തിരിച്ച് ഇതിലേക്ക് നിങ്ങളുടെ കൂട്ടം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ട്. ഫണ്ടാസ്റ്റിക് ഉണ്ടാക്കിയത് ഒറ്റ പടത്തിന് വേണ്ടിയാണ്, ലവ് ആക്ഷൻ ഡ്രാമ. ബാക്കി 2 സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് F എന്ന് ഞാൻ ലോഗോ ഡിസൈൻ ചെയ്തത്. F കഴിഞ്ഞു, ഒറ്റെണ്ണം ഫുൾ സ്റ്റോപ്പ്. 2 സംഭവിച്ചു പോയതാ, അതിന്റെ കൂട്ടത്തിൽ കൂടെ കേറിപ്പോയതാ. ഇല്ലെങ്കിൽ ഒറ്റ സിനിമ അത് തീരുമാനിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത്. നല്ല ലോഗോ ആണ് ഡിസൈൻ ചെയ്തത്. എനിക്ക് ഇഷ്ടമാണ് ആ പേരും ലോഗോയും. ആ പേര് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പ്രൊഡക്ഷൻ ഹൗസിന് ഫണ്ടാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഫാന്റാസ്റ്റിക് എന്നുള്ള ഫീലും ഫൺ എന്നുള്ള ഇതുകൊണ്ട് നല്ല ലോഗോ ഷാനൊക്കെ ചെയ്ത് തന്നതും. പക്ഷേ അതിലൊന്നും ഇമോഷണലി ഞാൻ അങ്ങനെ കണക്റ്റഡ് അല്ല. മെറ്റീരിയലിസ്റ്റിക്കലി ഞാൻ ഇമോഷണലി കണക്റ്റഡ് അല്ല. ഇപ്പം ചിലർക്ക് വണ്ടി, മൊബൈൽ, ഞാൻ വിത്ത് ഓൾ റെസ്പെക്ട് ടു ഓൾ കാർ അല്ലെങ്കിൽ വണ്ടി ലവേഴ്സ്, നമുക്കത് ഒരു ഭയങ്കര കെയർഫുള്ളായിട്ട് കൊണ്ടുപോകും. നമ്മളതിൻ്റെ കസ്റ്റോഡിയനോ കെയർ ടേക്കറോ മാറുക. നമ്മൾ കാശ് കൊടുത്ത് ഒരു കാര്യം നമ്മുടെ കംഫർട്ടിന് വാങ്ങിയിട്ട് നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസ്റ്റിക്കലി ഞാൻ അങ്ങനെ ഒന്നിനോടും കണക്റ്റ് വെക്കാറില്ല.